ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് തക്കാളി ചേർത്തൊരു മുട്ടക്കറിയാണ്. അതിനിട്ട് ഞാനൊരു 4 മുട്ടയും ഒരു 6 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയെല്ലാം കഷ്ണങ്ങളാക്കി അരിഞ്ഞു വയ്ക്കുക. പുളിപ്പ് ഇഷ്ടമില്ലാത്തവർ തക്കാളിയുടെ എണ്ണം കുറയ്ക്കാവുന്നതാണ്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ഉലുവയും പൊട്ടിക്കാം. കൂടെ തന്നെ കുറച്ച് ജീരകം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 7-8 വെളുത്തുള്ളി തൊലിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നല്ല പൊരിയുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു വലിയ പച്ചമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തക്കാളി നല്ല വെന്തുടയുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് അരപ്പിനായിട്ടുള്ള മിക്സൊക്കെ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയ ശേഷം ഒന്ന് അരച്ചെടുക്കാം. തക്കാളിയൊക്കെ വഴറ്റിയ അതേ പാത്രത്തിൽ തന്നെ നമുക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമുക്ക് ദോശയോടോ ഇഡ്ഡലിയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. ഇനി ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കറി നല്ല തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറി ഒന്നുകൂടി തിളപ്പിച്ച് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.